ഹായ് എവരിവൺ, ഇന്നത്തെ എൻ്റെ ട്രാവൽ സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചു കാലമായി നഴ്സറി വിസിറ്റിംഗ് വീഡിയോസ് എല്ലാം ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പുതിയ പുതിയ നഴ്സറികളെക്കുറിച്ചും അവിടെ ലഭ്യമായ ചെടികളും അവയുടെ പേരും റേറ്റും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോസാണ് കൂടുതലും ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര വീണ്ടും മണ്ണുത്തിയിലെ മാടക്കത്തറയിലേക്കാണ്. മാടക്കത്തറയിൽ തന്നെയുള്ള 2-3 നഴ്സറി വിസിറ്റിംഗ് ചെയ്ത വീഡിയോസ് കുറേ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്കായി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു റൂട്ടിൽ തന്നെയാണ് 3 നഴ്സറികളും ഉള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ കഴിഞ്ഞു പോയ നഴ്സറിയും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാം കിട്ടുന്ന സിന്ദൂരം നഴ്സറി. അത് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് കാണുന്നത്. ഈ കാണുന്ന നഴ്സറിയാണ്. പിന്നെയുള്ളത് കാക്ടസും സക്യുലൻസും അതുപോലെ തന്നെ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാം കിട്ടുന്ന ഗ്ലെൻഡെയിൽ എന്ന പേരുള്ള ഒരു നഴ്സറിയാണ്. ആ നഴ്സറിയും ഈ ഒരു റൂട്ടിൽ തന്നെയാണുള്ളത്. ഈ 3 നഴ്സറിയും റീസണബിൾ പ്രൈസിന് നമുക്ക് പ്ലാന്റ്സ് എല്ലാം കിട്ടുന്ന നല്ലൊരു നഴ്സറിയാണ്. ഈ ഗ്ലെൻഡെയിൽ എന്ന പേരുള്ള ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നഴ്സറിയിൽ ഓൺലൈൻ വഴിയും നമുക്ക് പർച്ചേസ് ചെയ്യാം. ഈ ഒരു റൂട്ടിൽ തന്നെ കുറേയധികം നഴ്സറികളും അതുപോലെ തന്നെ പ്ലാന്റേഴ്സ്, ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കിട്ടുന്ന കുറേയധികം ഷോപ്പുകളും കാണാൻ കഴിയും. ഇതെല്ലാം അങ്ങനെയുള്ള കുറച്ച് ഷോപ്പുകളാണ്. ആദ്യം ഞങ്ങൾ പോകുന്നത് നാഷണൽ റോസ് ഗാർഡനിലേക്കാണ്. നാഷണൽ റോസ് ഗാർഡൻ ലഭ്യമായ ഫ്രൂട്ട്സ് തൈകളെക്കുറിച്ചും അവയുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ അവിടെ ലഭ്യമായ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സുകളെക്കുറിച്ച് അറിയാനായിട്ടാണ് പോകുന്നത്. മാടക്കത്തറയിൽ നിന്ന് സ്ട്രെയിറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ചെറിയൊരു സെൻറ്ററിലേക്കാണ് എത്തുന്നത്. ഇവിടെ നിന്ന് നേരെ കാണുന്നതാണ് നാഷണൽ റോസ് ഗാർഡനിലേക്കുള്ള റോഡ്. ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നത്. ഈ ഒരു റൂട്ടിലും കൂടുതൽ നഴ്സറികൾ കാണാൻ കഴിയും. ലാൻഡ്സ്കേപ്പ് പ്ലാന്റ്സും അതുപോലെ തന്നെ വലിയ തെങ്ങുകളും മാവുകളും വെറൈറ്റി ഫ്രൂട്ട്സും ലഭിക്കുന്ന നഴ്സറികളാണ് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത്. ഈ ഒരു റോഡ് സ്ട്രൈറ്റ് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് കാണുന്നതാണ് നാഷണൽ റോസ് ഗാർഡൻ. കോതറ റോഡ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നാഷണൽ റോസ് ഗാർഡനിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറൈറ്റി മാവുകളും അതുപോലെ തന്നെ തെങ്ങിൻ തൈകളും വിപണിയിൽ പുതുതായി എത്തുന്ന വെറൈറ്റി ഫ്രൂട്ട്സുകളൊക്കെ ലഭ്യമായ മണ്ണുത്തിയിലെ ഒരു നഴ്സറിയാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് കിട്ടുന്ന നഴ്സറി. 350 അഗ്ലോണിമയുടെ ഈ ഒരു പ്ലാന്റിന് വരുന്നത്. ഹോൾസെയിലൊക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ റേറ്റിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാകും. യൂജീനിയയുടെ ചെറിയൊരു തൈക്ക് വരുന്നത് 35 റുപ്പീസാണ്. അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാത്തിനും 150 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ചെടികളുടെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ചേച്ചിക്കും സമയമല്ല, അതുപോലെ തന്നെ നമുക്കും സമയമല്ല. അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നു. അതുപോലെ തന്നെ ഗ്രാസും അവൈലബിൾ ആണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയും. ഇപ്പോൾ വന്ന റൂട്ടിൽ തന്നെ വേറെ ഒരു നഴ്സറിയും കൂടിയുണ്ട്. ആ ഒരു നഴ്സറി ഏക്കർ കണക്കിന് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത്രക്കധികം കാണാനുണ്ട് ആ ഒരു നഴ്സറിയിൽ.
മാടക്കത്തറ റോഡ് തിരിച്ചു വരുമ്പോഴാണ് സാജ് ഓർക്കിഡ് എന്ന് പറയുന്ന ഈ ഒരു നഴ്സറിയിൽ കയറിയത്. വെറൈറ്റി സക്യുലൻസ്, ഓർക്കിഡ്സ്, ബിഗോണിയുടെ വെറൈറ്റീസ്, ഹാങ്ങിങ് പ്ലാന്റ്സ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ കാണാൻ കഴിഞ്ഞു. ആവശ്യമുള്ളവർക്ക് ചെടികൾ കൊറിയറായിട്ടും വീട്ടിൽ ഇവർ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. സക്യുലൻസിലും ഹാങ്ങിങ് പ്ലാന്റ്സിലും ഉള്ള ചെടികൾ 30 രൂപ മുതൽ 350 രൂപ വരെ ഇവിടെ അവൈലബിൾ ആണ്. റോസാ തൈകൾ 20 രൂപ മുതൽ 70 രൂപ വരെ ഇവിടെ അവൈലബിൾ ആണ്. കുറച്ച് ബൾക്കൊക്കെ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ 15 രൂപയ്ക്ക് ചെറിയ തൈകൾ തരുന്നതായിരിക്കും. ക്രിസ്മസ് കാക്ടസിൻ്റെ ചെറിയൊരു പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഇതിന് വരുന്നത് 50 റുപ്പീസാണ്. ഇതിൻ്റെ വലിയൊരു പ്ലാന്റിന് വരുന്നത് 150 റുപ്പീസും. സീഡ് ട്രേയിലാണ് ചെറിയ തൈകളെല്ലാം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഒരു ടിഫിൻ ബാഗിൽ ചകിരിച്ചോറൊക്കെ നിറച്ചിട്ടാണ് അതിങ്ങനെ വെച്ചിട്ടുള്ളത്. ചെടിച്ചട്ടികൾ ചെറിയ തോതിലെല്ലാം ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. 40 റുപ്പീസാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഓർക്കിഡിൽ കുറേയധികം വെറൈറ്റീസ് ഇവിടെയുണ്ട്. 700 റുപ്പീസാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ആവശ്യമുള്ളവർക്ക് കൊറിയറായിട്ടൊക്കെ അയച്ചു തരുന്നതായിരിക്കും. ഇത് സ്പാനിഷ് മോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർ പ്ലാന്റ് ആണ്. ഇതിനാവശ്യമായിട്ടുള്ള വെള്ളവും വളവും എല്ലാം എയറിൽ നിന്നാണ് ഇത് സ്വീകരിക്കുന്നത്. ഇത് സെയിലിന് വേണ്ടി വെച്ചിട്ടുള്ളതല്ല. ഇതൊരു വെറൈറ്റി ഫാനാണ്. 1000 റുപ്പീസാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. പോത്തോസിൽ കുറേയധികം വെറൈറ്റീസ് ഇവിടെയുണ്ട്. ഇതിൻ്റെ ചെറുതും വലുതും ഹാങ്ങിങ് ആയിട്ടുള്ളതൊക്കെ ഇവിടെ ലഭ്യമാണ്. ഇതിൽ സിൽവർ പോത്തോസ്, മാർബിൾ പോത്തോസ്, എൻജോയ് പോത്തോസ്, നിയോൺ പോത്തോസ്, ഗോൾഡൻ പോത്തോസ് അങ്ങനെയെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. 50 റുപ്പീസ് മുതൽ 350 റുപ്പീസൊക്കെ വരെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. കാക്ടസിലും സക്യുലൻസിലും കുറച്ച് വെറൈറ്റീസ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടു. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 150 റുപ്പീസാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ സൈസും ഫീച്ചറൊക്കെ അനുസരിച്ച് അതിൻ്റെ റേറ്റും വ്യത്യാസമായിരിക്കും.
പോയിൻസിറ്റിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ലൊരു ക്രിസ്മസ് പ്ലാന്റും കൂടിയാണ്. വെൽ ഡ്രൈൻഡ് ആയിട്ടുള്ള സോയിലാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. ഓവർ വാട്ടറിങ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയറക്റ്റ് സൺലൈറ്റ് ഒട്ടും ആവശ്യമില്ലാത്ത ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിനാണ് പിങ്കിഷ് കളർ വരുന്നത്. സാജ് ഓർക്കിഡിൽ നിന്നും 2 മീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു നഴ്സറി ഉള്ളത്. പാം ഐറ്റംസ്, ബാംബു, ലാൻഡ്സ്കേപ്പ് പ്ലാന്റ്സ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ തൈകൾ ചെറുതു മുതൽ ഏറ്റവും വലുത് വരെ ലഭിക്കുന്ന ഒരു അടിപൊളി നഴ്സറിയാണിത്. ഈ ഒരു നഴ്സറിയുടെ കംപ്ലീറ്റ് പിക്ചർ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഫ്രൂട്ട്സ് തൈകൾ ബഡ് ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതും ഇവിടെ ലഭ്യമാണ്. യൂജീനിയുടെ 3 വെറൈറ്റീസ് ഇവിടെ കാണാൻ കഴിഞ്ഞു. പിന്നെ റെബാക്ക, ഗോൾഡൻ ബാംബു, പുതുതായി വന്ന ചാമ്പ, അങ്ങനെ പല ഐറ്റംസും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ വാങ്ങിക്കാം. ഇന്നത്തെ നഴ്സറി വിസിറ്റിംഗ് വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തിരിച്ചു വരുമ്പോൾ ഒരു പ്ലാന്റേഴ്സിൻ്റെ ഷോപ്പിൽ കയറി കുറച്ച് ചെടിച്ചട്ടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. വീഡിയോയുടെ അവസാനം ഞാൻ കുറച്ച് ചെടിച്ചട്ടികളും അതിൻ്റെ റേറ്റും ഒക്കെ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് തൃശ്ശൂരിലെ റോസ് ടൗണിലാണ്. ലോകത്തിലുള്ള പലവിധ വെറൈറ്റി ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ കഫേ എന്നൊക്കെ പറയാം. നോർമൽ ലെവലിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും ഇവിടെ കിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. 25 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് തിരിച്ചു പോന്നു. അപ്പോൾ ഇനി ഇവിടെ വരുന്നവർ കുറച്ച് സമയം കൈപിടിച്ചിട്ട് വേണം വരുന്നതിന്. എന്തായാലും വെയിറ്റ് ചെയ്യാതെ നമുക്ക് ഇവിടെ കടക്കാൻ പറ്റില്ല. അടിപൊളി കഫേയാണ്. പ്രത്യേകിച്ച് വെറൈറ്റി ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടുത്തെ ഫുഡ് മെനു എല്ലാം അപാരമാണ്. ഈ കോവിഡ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും പുറത്ത് പല ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നവരും ഫുഡ് കഴിക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇതിന് മാത്രമായിട്ട് ഇവിടെ പോകണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ ഈ വഴിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം എൻജോയ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.